ഓക്കെ, പാസ്റ്റ് ടെൻസ്. സോ അനയാകുമ്പം പാസ്റ്റിൽ വേർബിൻ്റെ എൻഡിലാണ് നമ്മൾ ചേർക്കുക അക്ഷരങ്ങൾ. സോ അഹദയാണ് നമ്മളെ വേർബ് അല്ലേ. ഓക്കെ, അഹദ എന്താണ് എടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ എടുത്തു എന്നാണെങ്കിൽ തു എന്ന് ചേർക്കുക. അന അഹദു. ഓക്കെ, അന റഹ്തു ഇല സൂഖ് അംസ്, ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി. അന ഗുൽതു ലക്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഗുൽത്തു. സോ അനയാകുമ്പം തു എന്ന് ചേർക്കുക. അന ദറസ്തു, ഞാൻ പഠിച്ചു. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അനയാകുമ്പം വേർബിന്റെ എൻഡിൽ തു Yes, എന്ന് yes. ചേർക്കുക. ഓക്കെ, ഇനി ഇൻതയാകുമ്പം ഇവിടെയാണ് ഇൻതയാകുമ്പം ത എന്ന് ചേർത്താം. ഓക്കെ, അന ഇൻത അഹസ്ത. ഓക്കെ, ഇൻത അഹസ്ത മൗഇദ്, നീ അപ്പോയിൻമെന്റ് എടുത്തു അംസ് ഇന്നലെ. സോ അന അഹസ്തു ഇൻത അഹസ്ത. അന ഗുൽത്തു ഇൻത ഗുൽത്ത. പക്ഷെ സംസാരത്തിൽ തൂന്നും താന്നൊന്നും പ്രത്യേകിച്ച് മാറ്റിയിട്ട് പറയില്ല, ത്ത് എന്നേ പറയുള്ളൂ. അന അഹസ്. ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? Yes, ക്ലിയർ yes. ആവുന്നില്ലേ? ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ? ഞാൻ വെച്ച എന്റെ പ്രശ്നം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ വിചാരിച്ചു. നിങ്ങൾ പറയണേ, ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ, ഒന്ന് പൊസിഷൻ മാറിയാൽ നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ബ്രേക്ക് വരുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ തമ്മ. സോ എന്താണ് നമ്മൾ അനയാകുമ്പം തു എന്ന് ചേർക്കും, ഇൻതയാകുമ്പം ത എന്ന് ചേർക്കും. പക്ഷെ സംസാരത്തിൽ ഒക്കെ ത് തന്നെ പറയുള്ളൂ. ഓക്കെ, അന റൊഹ്ത ഇല സൂക്ക്, ഇൻത റൊഹ്ത ഇല സൂക്ക്. ഓക്കെ, ഇൻത റൊഹ്ത ഇല സൂക്ക് എന്നാണ് കറക്റ്റ്. പക്ഷെ സംസാരത്തിൽ റൊഹ്ത എന്ന് കേൾക്കൂല, ഇൻത റൊഹ്ത എന്ന് കേൾക്കുള്ളൂ. ക്ലിയർ ആണോ? ഇനി ഇൻതിയാകുമ്പം തീ എന്ന് ചേർക്കണം എൻഡിൽ. ഇൻതിയാകുമ്പോൾ എന്താണ് ചേർക്കേണ്ടത്? തീ. ഇൻതി അഹത്തി. ഓക്കെ, ഇൻതി ഗുൽത്തി, നീ പറഞ്ഞു. ഇൻതി ഗുൽത്തി. സോ ഇൻത അഹത്തു, അല്ല അന അഹത്തു ഇൻത അഹസ്ത ഇൻതി അഹസ്തി. സോ അന ഒക്കെ അന അഹത്ത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പക്ഷെ ഇൻതി ആവുമ്പോൾ അഹസ്തി എന്ന് തന്നെ പറയണം, ഫെമിനൈൻ ആവുമ്പോൾ. ഓക്കെ, ഇനി ഇൻതും അഹസ്തും, അല്ലെങ്കിൽ ഇൻതും ഗുൽത്തും, അല്ലെങ്കിൽ ഇൻതു ഗുൽത്തു എന്നും പറയാം. നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഗുൽത്തും, അപ്പം എൻഡിൽ എന്താണ്? തും എന്ന് ചേർക്കുക. സോ ഇൻത ഗുൽത്ത, ഇൻതു ഗുൽത്തി, ഇൻതും ഗുൽത്തും. ഓക്കെ, ഇനി വേറൊരു വേർബ് എടുത്ത് പറയൂ. ഷഹില പറയൂ, ഈ 4 ഫോം ഒന്ന് പറയൂ. ഇഷ്ടമുള്ളൊരു വേർബ് എടുക്കൂ. ചേഞ്ച് ചെയ്തു. എന്താ ചേഞ്ച് ചെയ്യാന്നുള്ളതിന് പറയാ? ചേഞ്ച് ഹയ്യർ. എന്നുള്ളത് റയ്യർ. അത് വെച്ച് പറയൂ. ഞാൻ എൻ്റെ മൊബൈൽ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഓരോരുത്തരും ഓരോ മൊബൈൽ ചേഞ്ച് ചെയ്തു. ഞാൻ എന്റെ മൊബൈൽ ആ ഐ ചേഞ്ച്. അന ആ ഹയ്യർത്ത് ആ ജവാൽ. നെക്സ്റ്റ് ഇൻത. انت خيرت جوال. ആ انت غيرتي ആ جوال. ആ إن- انتم ആ هاي ഹായ്, انتم റൊയിനാണ്, പുള്ളിയുള്ള റൊയിന്. റയ്യർത്തു. ഓക്കെ, غيرتم ആ جوال. ജവാൽ. ക്ലിയർ ആണോ? ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെഹനു ആകുമ്പം ന എന്ന് ചേർക്കാം. നെഹ്നു ഗയ്യർന, അല്ലെങ്കിൽ നെഹ്നു ഗുൽന, നമ്മൾ പറഞ്ഞു. നെഹനു ആകുമ്പം ന എന്ന് ചേർക്കാം. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഫസ്റ്റിലായപ്പോൾ എങ്ങനെ ചേർത്തു? പ്രസന്റിൽ നമ്മൾ എന്ത് ചെയ്തു? നെറോഹെ ഫസ്റ്റ് ചേർത്തു അല്ലേ. നെഹനു നെറോഹെ അല്ലേ, ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾ പോയി എന്നാണെങ്കിൽ നെഹനു റുഹ്ന. ക്ലിയർ ആണോ? എൻഡിലാണ് അനാ ചേർത്തുന്നത്. മനസ്സിലാവുണ്ടോ? ഇനി ഹിയ ആകുമ്പം, അവളാകുമ്പം, അതിനു മുന്നേ അവനുണ്ട്. അവനാണ് ബേസ് വേർഡ്, അറിയാലോ. അപ്പം ഹുവ അഹദ. ഹുവ അഹദ, ഒന്നും ചേർക്കണ്ട. ബേസ് വേർഡ് ആണെന്ത്? അവൻ. അവൻ എടുത്തു എന്നാണെങ്കിൽ ഹുവ അഹദ. ജസ്റ്റ് അഹദ മൗഇദ് എന്ന് പറഞ്ഞാൽ തന്നെ അവൻ അപ്പോയിൻമെന്റ് എടുത്തു എന്നാ. സോ അഹദ മീൻസ് ബേസ് വേർഡ് ആണ്. ഗാല, ഗാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു. ഗാല ഖുറാനിൽ ഫുള്ളുണ്ട്, അതൊക്കെ മസ്കുലൈൻ ആണ്. ഗാല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഹുവ ഗാല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗാല എന്ന് പറഞ്ഞാൽ തന്നെ അവൻ പറഞ്ഞു എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഹുവ ഗാല. ഓക്കെ, പിന്നെന്താണ്? അപ്പൊ എന്താണ്? അവൻ പോയി. എങ്ങനെ പറയും മുഖ്തശംന? ഹുവ ആ ആ, പോയി. റാഹ റൂഹ് എന്ന് വരും. റാഹയാണ് റാഹ. കേട്ടോ. അപ്പൊ റാഹ. ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, പ്രസന്റ് നിന്നും പാസ്റ്റിലേക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. റാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പോയി. ഓക്കെ, ഗാല എന്ന് പറഞ്ഞാൽ
അവൻ പറഞ്ഞു. ഇനി അവൾ പറഞ്ഞു എന്നാണെങ്കിൽ ഈ ഗാലയുടെ എൻഡിൽ എന്തൊക്കെയാ ത് എന്ന് ചേർക്കാം. ഗാലത്ത്, ഹിയ ഗാലത്ത്, അവള് പറഞ്ഞു അല്ലേ. ഇൻത്തെ ആവുമ്പോൾ ഗുൽത്ത എന്നാട്ടോ പറഞ്ഞത്, മാറരുത്. സോ ഹിയ ആണെങ്കിൽ ഫസ്റ്റ് അവൻ എന്നുള്ളതിൻ്റെ ഓർക്കുക. അഹദ, ആ അഹദയുടെ എൻഡിൽ എ ടി ചേർക്കുക, അത്ത്. ഓക്കെ, ഇംഗ്ലീഷിലാകുമ്പം അറ്റ് എന്നുള്ളത്. അപ്പോൾ അഹദത്ത് എന്താണ്? ഹിയ അഹദത്ത്, ഹിയ ഗാലത്ത്. ഓക്കെ, ഇനി അവരാകുമ്പം ഈ ബേസ് വേർഡ് തന്നെയാണ്. ഗാല എന്നുള്ള ബേസ് വേർഡിൻ്റെ എൻഡിൽ ഊ എന്ന് ചേർക്കാം. ഗാലു, ഹും ഗാലു, അവർ പറഞ്ഞു. കുട്ടികൾ, അവർ സ്കൂളിൽ പോയി. സോ അത്തുഫാൽ പോയി നോക്കുമ്പോൾ എന്താവും? റാഹു. എന്താണ്? റാഹയുടെ എൻഡിൽ എന്ത് ചെയ്യുക? റാഹു, പോയി. ഹും റാഹു ഇലൽ മദ്രസ, അവർ മദ്രസയിലേക്ക് പോയി. സോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് നമ്മൾ കാണാതെ തന്നെ പഠിക്കണം. ഖുറാനിലൊക്കെ ഇഷ്ടം പോലെ കേട്ടില്ലേ ഹും ഗാലു, അവർ പറഞ്ഞു എന്നുള്ളത്. അവരെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഹും ഗാലു അല്ലേ, അവർ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ പ്ലൂറൽ ആകുമ്പം ഗാലു, അഹദു, ഓക്കെ, റാഹു. ബേസ് വേർഡ് ഹി എന്ന ബേസ് വേർഡ് നിന്ന് വേണം അവൾക്കും അവർക്കും എടുക്കാൻ. സോ ഗാല, ഗാലത്ത്, ഗാലു. ഓക്കെ, ഇനി അനയാകുമ്പം അന ഗുൽത്തു, ഇൻത ഗുൽത്ത, ഇൻതി ഗുൽത്തി, ഇൻതും ഗുൽത്തും. ഓക്കെ, നഹ്നു ഗുൽന, ഹുവ ഗാല, ഹിയ ഗാലത്ത്, ഹും ഗാലു. ബേസ് വേർഡിന് അത്ത് ചേർത്തിയാൽ അവളായി, ഊ ചേർത്തിയാൽ അവരായി. മനസ്സിലായോ? കുറച്ച് എന്തെങ്കിലും പറയൂ. കുറച്ച്. ഇനി ഉഖ്ത് ഷംന പറയാം. നമ്മൾ പഠിച്ചില്ലേ അവൻ പോയി, എങ്ങനെ പറയും? കുട്ടിക്കറിയുണ്ടോ? ഹുവ റാഹ. ഹുവ റാഹ. അപ്പം അവൾ പോയി എന്നാണെങ്കിൽ ഹിയ റാഹത്ത. ഹിയ റാഹത്ത്. റാഹത്ത് നല്ല റാഹത്തായി, അത് സെയിം അല്ലേ? റാഹത്താന്ന് പറയണ്ട, ഹിയ റാഹത്ത്. അത്താണ്, ത്ത് വരിക, സുക്കൂനാണ് വരിക. റാഹത്ത്. ഹിയ റാഹത്ത്. ഇനി അവരാണെങ്കിലോ? ഹും റാഹു ആണോ? ഹും റാഹു. ഓക്കെ, നഹ്നു ആണെങ്കിലോ? നഹ്നു റാഹന. റുഹ്ന. അവിടെ നമുക്ക് ചേഞ്ച് വന്നു കേട്ടോ. റുഹ്ന, നഹ്നു റുഹ്ന. അപ്പം ഈ ഹുവയും ഹിയയും ഹുമ്മുമാണ് കണക്ഷന്. ഓക്കെ, മറ്റുള്ള 5 പേരും വേറൊരു കണക്ഷൻ. നമുക്ക് വേറൊരു വർബ് നോക്കാം. ഇനി അടുത്ത ആള് പറയൂ. ഷഹില പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ആള് പറയൂ. ഷംന പറഞ്ഞു. അടുത്ത ആള് പറയൂ. എന്താണ് വേർബ്? ഫത്തഹ. എന്താ ഫത്തഹ എന്ന് പറഞ്ഞാല്? ബേസ് വേർഡ് ഫത്തഹ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഓപ്പൺ. ഓപ്പൺ. ആര് ഓപ്പൺ ആക്കി? ഹി അല്ലേ? അവൻ. ഫത്തഹ എന്ന് പറഞ്ഞാൽ തന്നെ ഹി ഓപ്പൺഡ് എന്നാണ്, അവൻ തുറന്നു. ഓക്കെ, യഫ്തഹ് എന്ന് പറഞ്ഞാൽ അവൻ തുറക്കാറുണ്ട്, പ്രസന്റ്. യാ നമ്മൾ ഫസ്റ്റ് ചേർത്തു, പ്രസന്റ് ആയി. ഇവിടെ പാസ്റ്റ്, അറബിയിൽ ഫുൾ ഈ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഒക്കെ ബേസ് വേർഡ് പാസ്റ്റിലുള്ള ഈ ഫത്തഹ എന്നാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ബേസ് വേർഡ് ഓപ്പൺ എന്നുള്ള പോലെ അറബിയിൽ ബേസ് വേർഡ് ശരിക്കും പാസ്റ്റിൽ അവനാണ് വരുന്നത്. അതിന്നാണ് ബാക്കി എല്ലാ ഫോംസും. അപ്പം ഫതഹ എന്ന് പറഞ്ഞാൽ അവൻ തുറന്നു എന്നാണ് അല്ലേ. അപ്പം ഇനി നിങ്ങൾ പറയൂ, ഐ ഓപ്പൺഡ്, ഞാൻ തുറന്നു. ഐ ഓപ്പൺഡ് ഡോർ. ഫതഹ്തു. ബാബ് അല്ലേ, ഫതഹ്തു ബാബ്. ഇനി നീ തുറന്നു. ഫതഹ്തുൽ ബാബ്. ഫതഹ്തുൽ ബാബ്. യെസ്. ഇനി ഓരോന്ന് വെച്ച് പറയൂ. ഫതഹ്തുൽ ബാബ്. പിന്നെ സബ്ജക്ട് പറഞ്ഞാൽ അപ്പൊ നമുക്ക് വേഗം കിട്ടും. ഇനി നഹ്നു ഫതഹ്ന. നെക്സ്റ്റ് അവൻ. ഹുവ ഫതഹ. ഓക്കെ അല്ലേ, ഫതഹ്. ഹുവ ഫതഹ. അപ്പം ഹിയ ആകുമ്പോ എന്ത് വരും? ഹിയ ഫതഹത്ത്. ഫതഹത്ത്. ഓക്കെ, ആ ഫതഹക്ക് ഒരു ത് കൊടുക്കുക, ഫതഹത്ത്. ഓക്കെ, ഫതഹത്ത്. ഇനി ഹും ഫതഹു. ക്ലിയർ ആയോ? കുറച്ച് അല്ലേ, ഫോം ക്ലിയർ ആയില്ലേ?
ഇനി ആ ഇത് നുഖ്ത് ഷഹൽ കുഴപ്പമില്ല. മറ്റേ റാഹ പറഞ്ഞപ്പോ കൺഫ്യൂഷനാ. റാഹത് രണ്ട് 2 ലെറ്റർ വേർബ്സ് ആണ്. ഓക്കെ, 2 ലെറ്റർ ഉം. വേർബ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഗാല, റാഹ, ഷാഫ. അത് വെച്ച് പറയൂ. ഉഖ്ത് ഷംന പറയൂ. ഷാഫ വെച്ച് പറയൂ. എന്താ ഷാഫ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം ബേസ് വേർഡ് ആണ്. ഷൂഫാണോ? ഷൂഫിന്റെ പാസ്റ്റ് ആണ് എന്ത്? ഷാഫ. അപ്പൊ അത് ബേസ് ഫോം ആണ്. അപ്പൊ പറയൂ ഉഖ്ത് ഷംന പറയൂ. ആ ഷുഫ്താണോ? ഷുഫ്ത് വരും. ഓക്കെ, അന ഷുഫ്ത്. അപ്പൊ ഈ 2 ലെറ്റർ വേർബ്സിനാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുള്ളൂ കേട്ടോ. അപ്പൊ പറയൂ, ഷുഫ്തിന്റെ വെച്ച് പറയൂ. ഇൻത ഷുഫ്ത, ആ ഇൻതി ഷുഫ്തി, ആ ഇൻതും ഷുഫ്തും, ഉം നഹ്നു ഉം ഷുഫ്തന. ഷുഫ്ന. ഷുഫ്ന. എന്ന് ഷുഫ്ന. പറഞ്ഞാൽ നമ്മള് ഓക്കെ അനക്ക് വേണ്ടി ചേർത്തതാണ്. ഓക്കെ, ഓക്കെ നഹ്നു ഓക്കെ ശരിയാണ്. ഷുഫ്ന. ഷുഫ്ന. ഇനിയാണ് ഹുവ വരുന്നത്. ഹുവ ഷൂഫ്. ഏ ഹുവ ഹുവ ഷാഫ, റാഹ, ഷാഫ. ഷാഫ, ഗാല. ഇതൊക്കെ 2 ഞാൻ ലെറ്റർ വിചാരിച്ചു ഷൂഫ് ഹീ വരുമ്പല്ലേ ബേസ് വേർഡ് വരെ ആപ്പിള കരുതി. അത് ഷാഫയാണ്. അഷൂഫ്, യഷൂഫ് ആണ് പ്രസന്റിലെ ബേസ് വേർഡ്. യഷൂഫ്. ഓ ഓക്കെ, പാസ്റ്റിൽ അത് ഷാഫ എന്നാകും. ഷാഫ. ആ ഹിയ അപ്പൊ ഷൂഫ് എന്ന് പറയുന്ന സോറി നോക്ക്, ഷൂഫ് എന്ന് പറയാതെ ഷൂഫ് അമ്രായി. നോക്ക്, പ്രസന്റ്. നോക്ക്, പ്രസന്റ് ആണ്. ഷൂഫ് അമ്രാണ്. കൽപ്പിക്കണ പോലെ പറയും നമ്മൾ. ഹുദ് എടുക്ക്. ഷുഫ് ഒന്നുമില്ലാതെ ബേസ് ആയിട്ട് പറയുന്നത് എന്താണ്? അമ്രാണ്, കൽപ്പനയാണ്. അല്ലേ? ഷുഫി, മോളോടാണെങ്കിൽ ഷുഫി നീ നോക്ക്. ഓക്കെ, ഓക്കെ, ബാക്കി പറയൂ. ഹിയ ഷുഫ്ത്. ആ ഷാഫ്. ഹിയ ഹിയ എന്ത് വരാ? ഷാഫത്ത്. ഹിയ ഹലോ, ഷാഫത്ത്. ഹിയ ഷാഫത്ത്. ബേസ് വേർഡ് ഷാഫത്ത്. ഷാഫ അല്ലേ? അപ്പം ആ ബേസിക്ക് നിങ്ങൾ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഷാഫത്ത്, ഷാഫത്ത്. ഓക്കെ. ഉം. ഹും ഷാഫു. ആ ഹും ഷാഫു. ഓക്കെ, ഹും ഷാഫു. ഷാഫു. ക്ലിയർ ആണോ? ഓക്കെ. അല്ലേ? ഇനി വേറൊരു വേർബ് എടുക്കൂ. അടുത്ത ആള്. ഷെറിൽ എടുക്കൂ. അടുത്ത വേർബ് എടുക്കൂ. ഏതാണ് നിങ്ങൾ എടുക്കുന്ന വേർബ്? നാമ ആയിക്കോട്ടെ. നാമ എന്ന് പറഞ്ഞാൽ അതും 2 ലെറ്റർ ആണ് അല്ലേ? നായും മായും ഉള്ള. എന്താണ് നാമ എന്ന് പറഞ്ഞാല്? ഉറങ്ങ. ഉറങ്ങി. അപ്പൊ ഉറങ്ങാന്ന് പറയാൻ പറ്റൂല. അവൻ ഉറങ്ങി. ഓക്കെ, അവൻ ഉറങ്ങി. നാമ എന്ന് പറയുമ്പം അത് പാസ്റ്റ് ആയി. അതിന്റെ അർത്ഥം അവൻ ഉറങ്ങി. ഓക്കെ, ഫുൾ പറയൂ. ബാക്കി പറയൂ. അന, ഞാൻ ഉറങ്ങി. ഷെറിൽ മ്യൂട്ടായല്ലോ. സോറി, ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് പറഞ്ഞോളൂ. അല്ല, സ്ലീപ്പ് അല്ലേ? അപ്പം ഐ സ്ലീപ്പ് എന്ന് വരുമ്പോ എന്താ വരിക? ഐ സ്ലെപ്റ്റ്. ഐ അന സ്ലെപ്റ്റ്. നുംത്. നുംത്. നുംത്ത്. لا أنا نمت بدري اليوم عشان عندي شغل بكرة. لا ഞാൻ ഇന്ന് നേരത്തെ ഉറങ്ങി. അല്ലെങ്കിൽ ഇന്നലെ. അന നുംത് ബദ്രി, ഞാൻ നേരത്തെ ഉറങ്ങി. അപ്പം നുംത്, അന നുംത്. നുംതു അല്ലെങ്കിൽ നുംത്. നെക്സ്റ്റ്. അന നുംത്ത്. ആ ഇന്ത നുംത്ത. ഇന്തി നുംതി. ഉം. ഇന്തും നുംത്തും. ഉം. നഹ്നു അതന്നെ നുംന. അല്ലെ? നുംതു പറഞ്ഞ പോലെ നുംന. ഓക്കെ, മറ്റേന്റെ പോലെ മാറുന്നില്ലല്ലേ? നഹ്നു നുംന. ഇനി ഹുവ വരുമ്പോഴാണ് നമുക്ക് ഈ മാറ്റം വരിക. അത് വരെ നമുക്ക് ആ ഫ്ലോയിൽ പോകും. അവനാകുമ്പോ എന്തായി? ഹുവ അവൻ ഉറങ്ങി. മോൻ ഉറങ്ങി. ഹസ്ബൻഡ് വന്ന് ചോദിച്ചു മോൻ എവിടെ? അപ്പൊ ഹുവ നാമ നാം അല്ലെങ്കിൽ ഹുവ ബേസ് വേർഡ്. നാമ. ഓക്കെ, നാം. അവൻ ഉറങ്ങി. ഇനി മോളെവിടെ? അപ്പൊ എന്ത് പറയും? ഹിയ ആ നാമത്ത്. നാമത്ത്. അത്ര പറഞ്ഞാലും മതി. മോളെവിടെ ചോദിക്കുമ്പോൾ നമുക്ക് പറയുന്നത് നാമത്ത്. അവള് ഉറങ്ങി. ഇനി എന്താണ്? അവരുറങ്ങി. മക്കളൊക്കെ ഉറങ്ങി. ഖും നാമു. അപ്പൊ നാമു. മനസ്സിലായോ? എഴുതി വെക്കണം കേട്ടോ പുതിയ വേർബ്സിന്റെ ചേഞ്ചസ്. ഇനി എന്താണ് നെക്സ്റ്റ്? ലിസൺ. ലിസൺ എന്താണ്? ഐ ലിസൺ ടു ദ ക്ലാസ്. നുഖ്ത് ഷഹൽ തന്നെ പറയൂ. ലിസൺ ശ്രദ്ധിച്ചു. സമയാണ്. സമീന. അപ്പൊ ഐ ലിസൺഡ്.
അന ഉം. ആ ഇല്ലട്ടോ, അന അസ്മഴ് ഐ ലിസൺ ആണ്. പാസ്റ്റ് ആകുമ്പോ ആ പോയിട്ട് എൻഡിൽ എന്ത് വരും? സമയത്ത് അന സമഅത്ത്, അന സമഅത്ത്. ആ സമയത്ത് ആ انت سمحت ഉം انت سمحتي ഉം انتم سمحتم ഉം نحن سمحنا ആ സെമി അയിന കേട്ടോ, സെമി അയിന. ആ سمعنا ആ سامع ഹുവ هو سامع സെമിയ 3 ലെറ്റർ വേർഡാണ്, അപ്പൊ നീട്ടണില്ല. ഹുവ സെമിയ. ഓക്കെ, സമയം. ഫതഹ എന്ന് പറഞ്ഞ പോലെ 3 ലെറ്റർ വേർബ്സ് ആവുമ്പം ഈ هو നീട്ടലുണ്ടാവും. سمع ആ هو سمع ആ هي ഉം سمعت ആ هم ഉം سمعوا സെമിയോ. ക്ലിയർ ആയോ? അല്ലേ, കുറച്ച് ക്ലിയർ ആയോ? ലേശം അല്ലേ? ചെറിയൊരു ഐഡിയ. ആ ചെറിയൊരു ഐഡിയ. ഇത് നമുക്ക് പ്രാക്ടീസിൽ കിട്ടും. ഇനി നമുക്ക് പിന്നെ അനയും ഇൻതയും വെച്ച് കുറച്ച് പ്രാക്ടീസ് ഇങ്ങനെ ചെയ്യാം, അപ്പൊ ഒന്നും കൂടി റെഡി ആവട്ടോ. അപ്പം അനയും ഇൻതയും എളുപ്പമാണ് അല്ലേ? എന്താണ്, ജസ്റ്റ് ഇത് ചേർത്തിയാൽ മതി. ഇനി ഫസ്റ്റ് അല്ലേ, ഇതിൽക്ക് സ്ക്രീനിലേക്ക് നോക്കാതെ ട്രൈ ചെയ്യുക. ഓക്കെ. ഐ ടോൾഡ് യു യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയണം അപ്പം? ടോൾഡ്. ഐ ടോൾഡ് ആകുമ്പോൾ അന ആ ഗാലത്ത്. ആ ഗുൽത്ത്. ഗലത്ത്. ഗാലത്ത് പറഞ്ഞാൽ അവൾ പറഞ്ഞു എന്നായി. അന ഗുൽത്ത് ലക്, അന ഗുൽത്തു ലക് അംസ്. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന ഗുൽത്ത്. എങ്ങനെ പറയാ? എന്തിനാ അവിടെ ലക്ക് എന്തിനാ? നിന്നോട്. for you യു. ഓ to you അല്ലേ, ഓക്കെ. നിന്നോട് പറഞ്ഞിരുന്നു. അന ഗുൽത്തു ലക് അംസ് അല്ലേ. ഇനി ഞാൻ ഇന്നലെ ടി വി കണ്ടു. ഐ വാച്ച്ഡ് മൂവി യെസ്റ്റർഡേ. അന ഷുഫ്ത് അന ഷുഫ്ത് ടെലിവിഷൻ. ഷുഫ്തായി അല്ലേ. ഇനി ആ, എന്താണ്, നീ മാർക്കറ്റിൽ പോയോ? എങ്ങനെ ചോദിക്കും? നീ എന്ന് പറയുമ്പോൾ എന്ത ആ മുഫ്തി ആ انت ആകുമ്പോ ഇലസൂഖ് റഹ്ത. انت رحت انت എന്ത رحت റഫ്ത ഇലസൂഖ് انت رحت الى السوق. പെണ്ണിനോടാണെങ്കിൽ انتي رحتي الى السوق. انت رحت الى السوق ഇല്ലേ. അപ്പൊ ഇനി ഫ്രണ്ട്സിനോട് നിങ്ങൾ രാവിലെ വന്നാൽ തലേന്നത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കൂലേ അല്ലേ. അപ്പം എന്താണ്, ഇന്നലെ നീ ഷോപ്പിങ്ങിന് പോയിരുന്നോ? ഇന്തി റഹ്തി ഇല സൂഖ് അല്ലേ, മാർക്കറ്റിൽ സൂഖ്. പോയിരുന്നോ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോയിരുന്നോ? അപ്പം അനയും ഇൻതയും കുറച്ച് ക്ലിയർ ആയി വരുന്നുണ്ടോ അല്ലേ? ഐ റോട്ട് എ മെസ്സേജ്. ഞാനൊരു മെസ്സേജ് എഴുതി. ആ കുത്തുബ്ത്. ആ കത്തബ്ത് കത്തബ്ത്. ആ പറയൂ. أنا كتبت رسالة അന കത്തബ്ത് റിസാല. നീ കത്ത് എഴുതിയോ? ആ انا You كتبت write- ആ. رسالة. ഇൻത കത്തബ്ത് റിസാല അല്ലെങ്കിൽ ഇൻത انت كتبت رسالة. ആ പെണ്ണിനോട്. انتي كتبتي ആ رسالة റിസാല. ഓക്കെ. ഇനി ഐ അണ്ടർസ്റ്റുഡ് യു. ഐ അണ്ടർസ്റ്റുഡ് മനസ്സിലായി فهمت അല്ലേ. ഫഹംത് ഫഹംത്. ഫഹംത് അല്ലേ, മനസ്സിലായി. انا ഫഹംത് അലൈക്, فهمت. നിന്നെ മനസ്സിലായി അല്ലേ. ഫഹംത് ലക് ഒക്കെ പറയാം. ഫഹംത് മനസ്സിലായി. സോ എന്ത ഫഹംത. സോ ഞാൻ നിങ്ങളോട് എനിക്ക് ചോദിക്കാം, എന്തും ഫഹിംതു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എന്തും ഫഹിംതു അദ്ദറസ് അല്ലയോ. ഇന്നത്തെ ക്ലാസ് എന്തും ഫഹിംതു, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഞങ്ങൾക്ക് മനസ്സിലായി. വി അണ്ടർസ്റ്റുഡ്. എങ്ങനെ പറയും? നഹ്നു ആ نحن فهمنا ആ നഹ്നു فهمنا. ആ ഞങ്ങൾക്ക് മനസ്സിലായി. അന ഫഹംത് നഹ്നു ഫഹംന അല്ലേ, ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഇനി ഞങ്ങൾക്ക് മനസ്സിലാവാറുണ്ട് എന്നാണെങ്കിൽ ആ I understood class എന്നുണ്ടെങ്കിൽ انا فهمت ആ അന ഫഹംത് درس. ദറസ്. ആ ഓക്കെ. അന ഫഹംത് ദറസ്. എനിക്ക് ക്ലാസ് മനസ്സിലായി. ഫഹംത് എന്ന് ഫിഹിംത് എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ. നഹ്നു ആ ഫഹംന, പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. സോ ഇൻതും ഫഹംതു, നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയുന്നത് നഹ്നു ഫഹംന, ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഇനി ഐ എയ്റ്റ് എ ലിറ്റിൽ വൈൽ എഗോ. ഞാൻ കുറച്ച് മുന്നെയാണ് ഭക്ഷണം കഴിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കാണ്, തബാ ആക്കൽ, നിനക്ക് ഭക്ഷണം വേണോ ഇല്ല. എന്താ തബാ എന്ന് പറഞ്ഞാൽ യു വാണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? നെഹ്നു ഫഹംന ദറസ് തന്നെ പറയാ. ആ അതെ, ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ. അതിന്റെ ഇടയിൽ ഒന്നും ഇല്ലല്ലോ അല്ലെ, പ്രിപ്പോസിഷൻ ഒന്നും അങ്ങനൊന്നും. വേണ്ട. ക്ലാസ് മനസ്സിലായി. വി അണ്ടർസ്റ്റുഡ് നഹ്നു ഫഹംന ദറസ്. ക്ലാസ് ഇത്ര മതി. ഓക്കെ. ഇനി
നെക്സ്റ്റ് എന്താണ്? ഐ എയ്റ്റ് എ ലിറ്റിൽ വൈൽ അഗോ, അല്ലെ? കുറച്ച് മുന്നെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ഇപ്പൊ ഞാൻ أنا ചോദിച്ചു أكلت തകശയ്ത്ത് ഡിന്നർ കഴിച്ചു, അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? أنا أكلت ഉം, ബിഫോർ കുറച്ച് കബില. മുന്നേ ആ ഗബിൾ قبل ഷോയ്, ഗബിൾ ഷോയ് അല്ലെ? കുറച്ച്. شوية أوكي അന കുറച്ച് അക്കൽസ് മുന്നേ ഗബിൾ ഷോയ്, കുറച്ച് മുന്നേ. ഓക്കെ. ഓക്കെ 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 ഇപ്പോഴാണ് ഞാൻ ഇപ്പൊ കഴിച്ചുള്ളൂ എന്നാണെങ്കിലോ? ജസ്റ്റ് നൗ ആ ഹിന. തൗ അൽഹീൻ, തൗ ആണ് ജസ്റ്റ് നൗ. തൗ അൽഹീൻ ആണ് എന്ത്? ജസ്റ്റ് നൗ. ഓക്കെ. അക്കൽ തൗ അൽഹീൻ, ഞാൻ ഇപ്പൊ കഴിച്ചിട്ടേ ഉള്ളൂ. തൗ ആണ് അല്ലെ? അന വസൽത്ത് തൗ അൽഹീൻ, അല്ലെ തൗ വസൽത്ത്, ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. തൗ വസൽത്ത്, തൗ എന്ന് പറഞ്ഞാലാണ് ജസ്റ്റ് നൗ എന്നുള്ള രീതിയിൽ. തൗ വസൽത്ത്, വസല എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എത്തി. വസൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എത്തി. ഓക്കെ. ഇപ്പൊ നീ റൂമിൽ എത്തിയോ എങ്ങനെ ചോദിക്കുക? ആണിനോട് ചോദിക്കണം. ഡിഡ് യു റീച്ച് റൂം? أنت ആ وصلت ആ غرفة. ഇന്ത വസൽത്ത് ഉർഫ, അല്ലെ? നീ റൂമിൽ എത്തിയോ? പെണ്ണിനോടാണെങ്കിൽ ഇന്തി വസൽത്തി, ഇല്ലേ? ഇനി അത് അവൻ എത്തി, അവൻ റൂമിൽ എപ്പോഴോ എത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ പറയും അവൻ എത്തി. അങ്ങനെയാണെങ്കിലോ? أبن ആ هو ആ ഉവ്വ. ഓ, അവൻ ഹുവ കറക്റ്റ് ആണ്. ബാക്കി ഇങ്ങോട്ട് വരട്ടെ. വസ് ഹുവയാകുമ്പോ ഈജി ആണോ? വേർഡാണ്. وصل എത്തി എന്ന് വസല. പറഞ്ഞ വസല, റീച്ച ഹുവ വസല, وصل അല്ലേ? هو അവൻ وصل غرفة. എത്തി, അല്ലേ? അവൻ റൂമിലെത്തി. ഇനി അവൾക്ക് ജോലി കിട്ടി. അവൾക്ക് هي ഷീ ഗോട്ട് എ ജോബ്, എ ന്യൂ ജോബ്. هي ഷിയാണോ? ഹിയ. ഹിയ ആ വസൽത്ത് വസൽത്തന്നെ എത്തി എന്നാണ്. അല്ല. എത്തിക്കണേന് എന്താ പറയാ? ഷീ ഗോട്ടാണോ? എന്താണ് ക്വസ്റ്റ്യൻ? ഗോട്ട്, ഗോട്ട് ഷീ ഗോട്ട് എ ന്യൂ ജോബ് ഇൻ ഷീ എ പ്രൈവറ്റ് കമ്പനി. അപ്പൊ ഗോട്ട് ഷീ എ ന്യൂ ജോബ് ഗോട്ടിന്റെ അറിയില്ലല്ലോ. ഗോട്ട് എന്താണ്? ഹസ്വല. ഹസ്വല എന്ന് പറയുമ്പോൾ അവന് കിട്ടി. അപ്പൊ അവൾക്ക് കിട്ടി എന്നാകുമ്പോ ഹിയ ഹസൽത്ത്. അപ്പൊ ഗെറ്റ് എന്താ? ഹസലത്ത്. ഓക്കെ. ഹിയ എത്തി ഹസലത്ത് വസല, ജദീദ്. റീച്ച്ഡ് വസല, അവൻ എത്തി. ഹസല, അവന് കിട്ടി. സോ ഹസലത്ത്, അവൾക്ക് കിട്ടി, അല്ലേ? സോ ഹിയ ഹസലത്ത് എന്താണ്? ന്യൂ ജോബ് ഇൻ എ പ്രൈവറ്റ് കമ്പനി. ജദീദ് ഷുഗുൽ. ഗൂഗിൾ ആ മിൻ ഷെരിക്ക പ്രൈവറ്റ്. ഫീ ശരിക്ക. അപ്പൊ പ്രൈവറ്റ് ഒക്കെ പഠിച്ചാൽ മതി. ഖാസ് പ്രൈവറ്റ് ആം പബ്ലിക് ഒക്കെ പഠിച്ചതാണ്, അല്ലേ? സ്പെഷ്യലിന്റെ അതേ വാക്കല്ലേ? അതേ വാക്ക് അന്നൊക്കെ പറഞ്ഞിരുന്നു, ടീച്ചർ അല്ലേ? അപ്പൊ മറന്നു. ഒരു ഖാസ മാസമായില്ലേ? ശരിക്ക ഫെമിനൈൻ ആയതുകൊണ്ട് നമ്മൾ ഖാസ എന്ന് പറയും, അല്ലെങ്കിൽ ഖാസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ശരിക്ക ഫെമിനൈൻ. പാസ്റ്റ് ആണോ ഹസൽത്ത്? ഹസലത്ത് പാസ്റ്റ്. അഹ്സലാണ് ഐ പിന്നെ ഗറ്റ് പ്രസന്റ്. അഹ്സൽ. അഹ്സലല്ലേ? ഓക്കെ ഓക്കെ അഹ്സൽ. ഓക്കെ. യഹ്സലാണ് ഹി ഗറ്റ്. ഇവിടെ ഹസല, അവന് കിട്ടി. ഹസ്വല, അഹ്സൽ സ്വാദാണല്ലോ. ഗെറ്റ് ഹസ്വല. സോ ഹസ്വലത്ത്, ഹസൽ അവൾക്ക് കിട്ടി. ഗോട്ട് ഓക്കെ. ഞങ്ങൾക്ക് സിനിമക്കുള്ള ടിക്കറ്റ് കിട്ടി. ആ നെഹ്നു ഉം നെഹ്നു ഹസൽന ഉം ടിക്കറ്റ് ഉം തസ്കിറ. ആ തദ്കിറ. തസ്കിറ ലിൽ മൂവി. ലിൽ ഫിലിം അല്ലെങ്കിൽ ലിൽ മൂവി. ആ ഓക്കെ. അയ്യോ. അപ്പൊ എന്താണ്? കിട്ടിയും ഹസലിയും വസലിയും ക്ലിയർ ആണോ? അല്ലേ? ഞാൻ എയർപോർട്ടിൽ എത്തി. ഞാൻ 8 മണിക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അന ഉം വസൽത്ത് ഉം ഫിൽ തയ്യാറ ആ തയ്യാറ ആ എത്തി. എപ്പോഴാണ്? 8 സാഹ മണിക്ക്. തമാനിയ. ഫിസാറ തമാനിയ. തമാനിയ. ഓക്കെ. വൈ ഡിഡന്റ് യു കം? നീ എന്തേ വന്നില്ല? ലേഷ് ഇൻത ഇജി വന്നില്ല പാസ്റ്റ് ആണ്. നോ വൈ ആ ലേഷ് ആ അപ്പൊ കമ്മിന്റെ പാസ്റ്റ് എന്താണ്? ഈജി എന്ന് പറയുമ്പോ ആ ജാ ജീത്ത്, ജാ. ജീത്ത്, ജിത്ത. ജീത്ത്. ജീത്ത് ജീത്ത്. ഓക്കെ. ജീത്ത്. ഐ കം ആജി ആണ്, അല്ലേ? ഐ കേം ജീത്ത് ആണ്. ജീത്ത്. ആ ജി എന്നുള്ള യാല് കൂട്ടിയിട്ട് ജീത്ത്. ഓക്കെ. അജീന്ന് എങ്ങനെ എഴുതുക? ആ ജീം യാ ഉണ്ടല്ലോ, അല്ലേ? അപ്പൊ പാസ്റ്റ് ആവുമ്പം അലിഫ് പോവും, ജായും യാവും തും. അപ്പം ജീത്ത്.
താനിനോട് പറയും. ഓക്കെ, അനജീത്ത് എന്താണ് ഞാൻ എത്തി. അപ്പൊ നീ എന്തുകൊണ്ട് വന്ന് എത്തിയില്ല അല്ലെ? ഞാൻ എയർപോർട്ടിൽ 8 മണിക്ക് എത്തിയിട്ട് എന്നെ വസൽ എന്താണ് പിന്നെ 8 മണിക്ക്. അപ്പൊ വൈ ഡിഡൻ യു കം? ആ ليش انت ആ Why جئتي didn't you جئتي അങ്ങനെ മാജിദ് ആ, അല്ലേ? ما جئت ماجد ليش ماجد؟ أطرد ചോദിച്ചാൽ മതി ليش ماجد. اوكي سو أنا وصلت في المطار في الساعة 8. اوكي I waited you for long. അതെങ്ങനെ പറയാ? أنا انتظر ആ لك ആ for so long for كثير long time. ആ ساعة كثير സാഴ വേണ്ടല്ലോ. തൗഹീലിലോ വക്ത് തൗയിലാണ്, വക്താണ് പറയാ. وقت ആ ഓക്കെ കറക്റ്റ് ഓക്കെ സോ وقت أنا طويل انتظرك وقت طويل. ലെ കുറെ നേരം ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തു. ലേഷ് മാജീത്ത് നീ എന്തേ വന്നില്ല? ഓക്കെ, അപ്പൊ ജീത്ത് പഠിക്കണം കേട്ടോ, കെയിം എന്നത്. ടീച്ചറേ, ആ ഇപ്പൊ ഒരു വേർഡ് തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷിലൊക്കെ പഠിക്കൂലേ, പ്രസന്റ് ആ പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട്, ആ അങ്ങനത്തെ ടേബിൾ ഉണ്ടോ? അതാണ് ഇപ്പൊ നമുക്ക് അയച്ച ടേബിൾ. പ്രസന്റ് എന്ന് പറഞ്ഞതിലാണ് 8 ഫസ്റ്റ് നമ്മൾ പഠിച്ച ടേബിള്. ആ ഓക്കെ, അത് നമ്മൾ ഒരു വേർഡ് ചേഞ്ച് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഐ യു അങ്ങനെ ആ ഡിഫറെന്റ് ഇല്ലല്ലോ. അങ്ങനെയാണ്. അതായത് ഇംഗ്ലീഷില് സബ്ജക്റ്റിനനുസരിച്ച് വേർബ് മാറുന്നില്ല അല്ലേ? ഐ ആ ഗോ, അതെ. യു ഗോ, ഹി ഗോ, ദേ ഗോ, എല്ലാവരും ഗോ തന്നെയാണ്. ഇപ്പൊ ഇത് അറബിയില് നമ്മളിപ്പോ ആജി അത് പറഞ്ഞില്ലേ, ആ അപ്പൊ അതിലുള്ള ഡിഫറൻസ് ചിലതിൽ അലിഫ് റിമൂവ് ആവും അങ്ങനെ പറഞ്ഞല്ലോ. അത് എല്ലാത്തിലും പ്രസന്റില്. പിന്നെ അജി എന്നുള്ളതിന്റെ ആലിഫ് അന അജി, ആ ആലിഫ് പോകും. ഇപ്പം അന അഹദ. അപ്പം അഹദയുടേതൊന്നും പോകൂല. അഹദയുടെ വർബിൽ തന്നെ ഉള്ളതാണ് എന്ത് ആ എന്നുള്ളത്. ഓക്കെ, അതിന്റെ പ്രസന്റ് പാസ്റ്റിലാവുമ്പോഴാണ് അലിഫ് പോവുക, ജെത്ത് അങ്ങനെ വരിക. പാസ്റ്റിലാവുമ്പം എല്ലാ വേർബിന്റെയും അലിഫ് പോകും. പക്ഷെ ചില വേർബ്സ് അലിഫിൽ തന്നെ തുടങ്ങുന്ന വേർബ്സ് ഉണ്ടാവുമല്ലോ ഇല്ല, അല്ലെ? അതാണ് പറഞ്ഞ ടേക്ക് ഒക്കെ നമുക്ക് അഹുദ് ടേക്ക് അങ്ങനെ അത് തന്നെയല്ലേ വരുന്നത്. അലിഫിൽ തുടങ്ങുന്ന വേർബാണ്. അതിന്റെ ആ പക്ഷെ പോവില്ല. ഇതിന്റെ റൂട്ട് വേർഡ് ഹുദ് അല്ലേ? അഹുദ് ബേസ് വേർഡ്, അത് അമ്രാണ്. റൂട്ട് വേർഡ് യഹുദ് ആണ്. പ്രസന്റില് പാസ്റ്റില് ഹുദ് ഉം ഉം. അവൻ എടുക്കാറുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റൂല അല്ലെ? അങ്ങനെ പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് അറബിയിൽ വേർബ്സ് ഒക്കെ മാറും. സോ അറബിയുടെ വേർബിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ വേർബിൽ തന്നെ ഉണ്ടാവും സബ്ജക്റ്റ്. ഓക്കെ, യഹു എന്ന് പറഞ്ഞാൽ തന്നെ അവൻ എടുത്തു എന്നാണ്. ഓക്കെ, ഓക്കെ ഓക്കെ. ഗുൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാണ്. ആ ഞാനും അതിൽ തന്നെ ഉണ്ട്. ഗാന നമ്മള് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ. അന അഹുദ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അല്ലെ? ഇല്ല, അനയും ഇനിയിപ്പോ നിങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞ് നിങ്ങൾ അനയും ഹുവയും ഹിയയും ഷിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വേർബിൽ തന്നെ ജസ്റ്റ് ആരാണ് ആ ആഫത്ത്. ചെയ്ത ഓക്കെ. വ്യക്തി എന്നുണ്ട്. റുഹ്ന ഇല സൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വി പോയി അതെ. ആ പിന്നെ ഇപ്പൊ നെഹനു പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഒരു അറബ്സും സംസാരത്തിൽ ഈ പ്രൊനൗൺസ് പറയൂല. ഓക്കെ, അവര് ജസ്റ്റ് വേർബ്സ്. അപ്പൊ വേർബ്സിൽ തന്നെ അറബിയിൽ പ്രൊനൗൺസ് ഉണ്ട്. അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആ ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സബ്ജക്റ്റ് വെച്ച് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അറബിയിൽ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസന്റ് ടെൻസിന് ഇതുപോലെ നമ്മൾ പഠിച്ചില്ലേ, 8 പ്രൊനൗൺസ് വെച്ചിട്ടുള്ള ഒരു ടേബിൾ പഠിക്കണം. പാസ്റ്റിന് 8 വെച്ചിട്ടുള്ളത് പഠിക്കണം. ഫ്യൂച്ചർ ആകുമ്പം പ്രസന്റിന്റെ മുന്നിൽ ബാ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അന ബഗൂൽ ഐ വിൽ സേ, അന ബറൂഹ് ഐ വിൽ ഗോ. ഓക്കെ, ബാ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും പ്രസന്റ് തന്നെ പറഞ്ഞിട്ട് അന അറൂഹ് ബുക്കറ, ഞാൻ നാളെ പോകും എന്നാവും. നാളെ എന്ന് വരുമ്പോൾ തന്നെ അറൂഹ് പോകാറുണ്ട് എന്നുള്ളത് പോകും എന്ന് ഫ്യൂച്ചറിലേക്ക് മാറും. മനസ്സിലാവുണ്ടോ? ഓക്കെ. ഓക്കെ, അന ബഗൂൽ ഐ വിൽ സേ, ഞാൻ പറയാം. അഗൂലാണ് ഐ സേ, ഐ വിൽ സേ ബഗൂൽ. ഓക്കെ, റിട്ടണിലൊക്കെ അന റാഹ അഗൂൽ, റാഹ എന്ന് എഴുതും. റാഹ് വിൽ എന്നുള്ളതിൻ്റെ പിന്നെ ഒരു ഇതായിട്ട് വേർഡായിട്ട്. പക്ഷെ റാഹ് എന്നുള്ളത് ആ സംസാരത്തിൽ വരൂല. ഓക്കെ, അന റാഹ് അറോഹയില സൂക്ക്, ഞാൻ മാർക്ക് ഐ വിൽ ഗോ, അതാണ് ആ റാഹ്. പക്ഷെ അത് സംസാരത്തിൽ പറയൂല. അന അറോഹയില സൂക്ക് ബുക്കറ, അല്ലെങ്കിൽ അന ബറോഹില സൂക്ക്. ഓക്കെ, അന ബഗൂലക് ഐ വിൽ സേ ടു യു, ഞാൻ പറയാം. ക്ലിയർ ആണോ? അപ്പം നമ്മൾ പാസ്റ്റിൽ ഓരോന്നും വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ പണ്ടൊക്കെ മദ്രസയിൽ കേട്ടിട്ടുണ്ടോ? കത്തബ കത്തബ കത്തബു കത്തബത് കത്തബിന കത്തബ്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിക്കണേ. അത് തന്നെയാണ് ഈ സാധനം.
ഓക്കെ എന്താ സർഫാക്കുക. ഫാല 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 വെച്ചിട്ടാ പറയാ. ഫാല ഫാല ഫാലു പക്ഷെ അതായത് അത് എന്തിനാ പഠിച്ചെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇപ്പോഴും മനസ്സിലായി. അറിയില്ല അത് അതന്നെ എന്ത് അത് ഗ്രാമർ ആ ആയിരുന്നു. ഫാലയാണ്. ആ ഫാലയുടെ പകരം ഗാല ഗാല ഗാലു ഗാലത്ത് ഗാലത്ത് അല്ലേ ഫാല എന്ന് പറഞ്ഞ എന്തേനു? പറഞ്ഞു. പാല അത് നിങ്ങൾ ചോദിക്കരുത് പ്രവൃത്തി. കേട്ടോ. ഖുറാനിലൊക്കെ എപ്പോഴും ഉള്ളതാണ് ഗാല. ഇനിയിപ്പോ ഒരു ഹദീസ് ആണെങ്കിലും ഗാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വസല്ലം. അല്ലെ ഇനി ഖുറാനിലാണെങ്കിൽ ഹും ഗാലു യാലമൂൻ ഇല്ലേ ഹും അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിവില്ലവരാണ് അറിവില്ലാത്തവരാണ് ഒക്കെ ഹുമ്മാണ്. പാസ്റ്റിലെ ഹും ഗാലു നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾ ഓതുമ്പോൾ ശ്രദ്ധിക്കൊണ്ടോ അവർ പറഞ്ഞു എന്നുള്ളത്. ഓക്കെ അപ്പം ആ സംഭവമാണിത്. അതന്നെ ഇപ്പം നമ്മൾ പഠിക്കണത്. ഇപ്പം ഏകദേശം കുറച്ചൊക്കെ ഒരു ഐഡിയ ഇട്ടില്ലേ? ഈ ലൈവ് യെസ്. അറ്റൻഡ് ചെയ്യാത്തവർ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഇനി ഐ വർക്ക് എന്നാകുമ്പം അന അഷ്തായിൽ അല്ലേ. സോ വർക്കിനും എന്താണ് അലിഫ് അഷ്തായിൽ ഉള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ജോലി ചെയ്തു എന്നാണെങ്കിൽ അന അഷ്താൽത്ത് അല്ലേ. ആ മാറ്റാൻ പറ്റൂല. ആ മാറ്റാൻ പിന്നെ നമുക്ക് പറയാൻ പറ്റൂല ആ വേർഡിൽ. അഷ്താൽത്ത് ഷാ എന്ന് പറയുമ്പോൾ ആ വരും. ഓക്കെ സോ അന അഷ്താൽത്ത് ഐ വർക്ക്ഡ് എ ലോട്ട് ടുഡേ ഇങ്ങനെ പറയൂ. أنا اشتغلت كثير اليوم. കസീർ അല്യോം അല്ലെങ്കിൽ വായിദ് അല്യോം മറ അല്യോം എന്നൊക്കെ പറയാം അല്ലേ. ഇനി നീ വാർത്ത കേട്ടോ? ആ I heard the നീ news. കേട്ടോ അതല്ലേ നീക്ക് നോക്കണ്ട. നീ കേട്ടോ? أنت ഡിഡ് യു ഹിയർ ദ أنت ന്യൂസ്? ആ هير انت എന്തേനു? ആ انت സമയത്ത് ആ انت سمحتي ഉം. ഇൻത്തെ ആകുമ്പോൾ news. സെമയത്താന്ന് പറയണം. ഇൻത്തി ആകുമ്പോഴാണ് സെമയത്തി. انت أنت سمحت سمعتي ഉം. أخبار. അഖ്ബാർ അല്ലെങ്കിൽ ഖബർ. ഓക്കെ ഇൻത്തെ സമയത്ത് ഖബർ ഈ വാർത്ത കേട്ടോ? ആ എന്തൊക്കെ അഖ്ബാർ എന്ന് ചോദിക്കുമല്ലോ അല്ലേ? അഖ്ബാർ അത് പ്ലൂരലാണ് വാർത്തകൾ. ഖബർ ഉം. ഓക്കെ അപ്പോൾ അഖ്ബാർ എന്ന് പറയാം ഖബർ എന്ന് പറയാം. ഓക്കെ അഖ്ബാർ എന്ന് പറഞ്ഞ വിശേഷം ഒന്നുണ്ടോ? അങ്ങനെയും ചോദിക്കോ? ആ ന്യൂസ് ഷുഹ്ബാരൻ എന്താണ്? എന്താ നിന്റെ വിശേഷം? അത് വാർത്തകൾ തന്നെ എന്തൊക്കെയാണ് വർത്താനം എന്നൊക്കെ ചോദിക്കുന്ന വർത്താൻ രീതിയില്. ഓ ഓക്കെ ചെല്ലോര് ചോദിക്കുമല്ലോ കാര്യങ്ങളൊക്കെ സെയിം എന്തൊക്കെ തന്നെയാണ്. നമ്മൾ അഖ്ബാറുകൾ. പഠിച്ചില്ലേ ഷുഹ്ബാരക് ഷ്ലൂനക് ഒക്കെ ചോദിക്കും. അപ്പൊ ഇവിടെ നമ്മള് എന്താണ് ഇൻത സമഅത്തൽ ഖബർ ഈ വാർത്ത കേട്ടോ എന്നാൽ ജുബൈലിൽ എന്താണ് സംഭവിച്ചത് അല്ലേ. അല്ലാ പറയണ. ഇങ്ങനെ പറയാ. ഞാൻ നിങ്ങള് ചോദിക്കാറില്ലേ ദമാമിൽ എന്തെങ്കിലും സംഭവിച്ചോ, ഹർജിൽ എന്തെങ്കിലും സംഭവിച്ചോ അല്ലേ. അപ്പൊ ഹർജിൽ എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ് ഇൻ ഹർജ്. അപ്പൊ അതൊക്കെ ചോദിക്കണം. ആ വേർബ്സ് ഒക്കെ അറിയണം. അതിന്റെ കൺവേർഷനും അറിയണം. പറയൂ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹർജ്. ഇഷ് ആ ഹാപ്പൻഡ് എന്താണ് ബേസ് വേർഡ്? പിന്നെന്താ പറയാ? സോറാണ് ഹാപ്പൻഡ്. ഓക്കെ സ്വാദാണ്. സോർ ഹാപ്പൻ ഇതാണോ? പ്രസന്റ് ആണോ? സോറ് പാസ്റ്റ് പ്രസന്റ് എന്താ? പ്രസന്റ് ഹാപ്പൻ ഇറ്റ് ഹാപ്പൻസ് എന്നൊക്കെ നമ്മൾ പറയൂ അല്ലേ. യസീർ യസീർ. ഓക്കെ വാട്ട്സ് ഹാപ്പനിങ് വുഷ് യസീർ. എന്താ സംഭവിക്കുന്നത്? വുഷ് യസീർ അല്ലേ. ഇനി എന്താ സംഭവിച്ചത്? ഹർജിൽ എന്താ സംഭവിച്ചത്? അപ്പൊ എങ്ങനെ പറയും? What has happened? ايش صار ايش صار في الخرج في الخرج. അല്ലേ എന്താണ് സംഭവിച്ചത്? അപ്പൊ സോർ അറിയേണ്ട. ആക്സിഡന്റ് സംഭവിച്ചു. ഇപ്പൊ നിങ്ങൾ വണ്ടി കുത്തി. അപ്പൊ നിങ്ങൾക്ക് അറബിനോട് അല്ല സൗദി പോലീസിനോട് വിളിച്ച് പറയണം അല്ലേ. ആക്സിഡന്റ് ഹാപ്പൻ. നിങ്ങൾ എന്താ പറയാ? سيارة في خراب. എന്താണ് പുല്ല് ആക്സിഡന്റ് കർബാൻ അത്ര തന്നെ പറയും. സയ്യാറ ഖറാബ്. അപ്പൊ ആക്സിഡന്റ് ആവില്ലല്ലോ. കാറ് കേട് വന്നിട്ടല്ലേ ഉള്ളൂ. ആക്സിഡന്റ് നമ്മൾ ഹാദിസ് ആണെന്നാ പറയാ. ഹാദിസ്. ഓക്കെ ഹാദിസ്. അപ്പം സോർ ആക്സിഡന്റ് സംഭവിച്ചു. വി ഹാഡ് ആൻ ആക്സിഡന്റ് എഴുതി വെച്ചോളൂ. സോർ ഹാദിസ്. حادث ആണ്. ഹാദിസ്. ഹാദിസ് മൂന്ന് പുള്ളില്ല താസ. ഓക്കെ ഓക്കെ. ഹാദിസ്. സോർ ഹാദിസ് ആക്സിഡന്റ് ഹാപ്പൻഡ്. ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചപ്പോ സോർ പഠിക്കണം കേട്ടോ. സോർ ഹാപ്പൻഡ് യസീർ ഹാപ്പൻ. ഓക്കെ പിന്നെ ഇനി നമുക്ക് അപ്പൊ എന്താണ്
അപ്പോൾ ഖർജിൽ സാർ ഫിൽ ഖർജ് എന്ത് സംഭവിച്ചു? എനി എക്സ്പ്ലോഷൻ, അവിടെ പൊട്ടിയോ? നിങ്ങളൊക്കെ ചോദിക്കാറില്ലേ അവിടെ അല്ലോ. പൊട്ടിയോ എന്ന് ചോദിക്കാറുണ്ടോ? ഉം. എന്താണ് എക്സ്പ്ലോഷൻ എന്താ പറയാ? ഇൻഫിജാർ. ഇൻഫിജാർ ഫി ഇൻഫിജാർ ഹുനാക്. അല്ലേ അവിടെ എന്തെങ്കിലും അപ്പോൾ ഈ വാർ റിലേറ്റഡ് ഒക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കാണാറില്ല? അറബിയിലൊക്കെ ഇങ്ങനെ ന്യൂസൊക്കെ വരുമല്ലോ ഇടയ്ക്ക്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഞാനൊരു അറബിക് സ്റ്റുഡൻ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു വേർഡൊക്കെ അതിന് പഠിക്കാൻ ശ്രമിക്കട്ടോ. സോ ഇൻഫിജാർ ആണ് എന്ത്? എക്സ്പ്ലോഷൻ. ഫി ഇൻഫിജാർ. ഓക്കെ, ഇൻഫിജാർ എഴുതിക്കോളൂ. എക്സ്പ്ലോഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പിന്നെ വാറിന് എന്താ പറയാന്നറിയോ? വാറിന് ഹറബാണ് പറയാം, ഹറബ് കേട്ടോ. സോ ഹറബും ഇൻഫിജാറൊക്കെ അറിയണം. അതുപോലെ നിങ്ങൾ മെസ്സേജ് മൊബൈലിക്കൊക്കെ മെസ്സേജ് വരാറില്ലേ, വാർണിംഗ് അലേർട്ട് അല്ലേ? അതിൻ്റെ അറബി എന്താ? ഫസ്റ്റ് തന്നെ എന്താണ് അലേർട്ടിൻ്റെ മുന്നേ എന്താ വരാറ്? അലേർട്ട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് അറബി എന്താ വരാറ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങക്ക് ഇവിടെ ഒരു അലേർട്ടേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല. സുഖായില്ലേ? ടീച്ചർക്ക് എപ്പോഴും വരുന്നുണ്ടാവില്ലേ? വരാത്തവർക്ക് അതിനേക്കാളും സുഖമായി. ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല, അറിയാലോ, അറബിയെ കണ്ടിട്ടില്ല അല്ലേ? ടീച്ചർക്ക് ഇന്ന് വല്ല അലേർട്ടും വന്നോ? ഞാൻ ഇവിടെ ഇന്ന് 4ഉം 5ഉം അലേർട്ടായിരുന്നു. ഇവിടെ നിന്ന് രാവിലെ ഇന്നലെ 5 മണിക്ക്. രാത്രി ഫുൾ അലേർട്ടായി നിന്നു അല്ലേ? അതെ 12 അതെ. o'clock മുതല്. ഇന്നലെ ഫുൾ അലേർട്ടായിരുന്നു. അപ്പം അലേർട്ടിന് എന്താ പറയാ? അപ്പൊ അലേർട്ട് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളെ മൊബൈലിൽ ഇംഗ്ലീഷിലെ അലേർട്ട് അല്ലെങ്കിൽ വാർണിംഗ് എന്ന് വന്ന് വരും അല്ലേ? അതുപോലെ തന്നെ അറബിയിൽ വരും. അതെന്താന്ന് നോക്കണ്ട കേട്ടോ. അങ്ങനെ എനിക്ക് പറഞ്ഞു തരണം അടുത്ത ക്ലാസ്സിൽ. അലേർട്ട് ഇനി വരാതിരിക്കട്ടെ, വരികയാണെങ്കിൽ എന്ത് ചെയ്യാ? വരാതിരിക്കട്ടെ ആ ടീച്ചറെ. അതെ. വരാതിരിക്കട്ടെ, പക്ഷെ വരികയാണെങ്കിൽ അതിന്റെ അറബി എന്താ ഒന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ. ഓക്കെ, എന്താണ് വരുന്നത് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ എന്ത് ചെയ്യുക, പുതിയ വൊക്കാബുലറീസ് ഒക്കെ പഠിക്കാൻ നോക്കണം. ഓക്കെ, ഇനി അപ്പം എന്താ നമ്മൾ എവിടുന്ന പോയത്? യെസ്, അപ്പോൾ വാർ ഹർബ് പഠിച്ചു. എക്സ്പ്ലോഷൻ എന്താണ്? എക്സ്പ്ലോഷൻ ഇൻഫിജാർ. ഇൻഫിജാർ ആണ് അല്ലേ? ആക്സിഡന്റ് ഹാദിസ്. ഹാദിസ് സംഭവിച്ചു. ഹാപ്പൻഡ് സ്വാർ. സ്വാർ. ഓക്കെ, അപ്പോൾ അതൊക്കെ പറഞ്ഞു ഹസ്ബൻഡിനൊക്കെ ഹെൽപ്പ് ചെയ്യൊക്കെ വേണം നിങ്ങൾ. ഓക്കെ, തമാം. സോ എന്താണ്? ഞാൻ ഇന്നലെ രാത്രി പഠിച്ചു. ഐ സ്റ്റഡീഡ് ലാസ്റ്റ് നൈറ്റ്. അന അന അദ്രസു അതുറുസു ഐ സ്റ്റഡി ആണ്. അതുറുസ് കസീർ കുല്യോം എന്നും പഠിക്കാറുണ്ട്. അതുറുസ് പഠിച്ചു കഴിഞ്ഞു. ദറസ്ത്. അദ്രസ്ത്. ദറസ്ത് അല്ലേ? ദറസ്ത്. അപ്പൊ അലിഫ് ഒഴിവാക്കണം അല്ലേ? അലിഫ് ദറസ്തു. ഒഴിവാക്കണം. യെസ്, ദറസ്ത്. അന ദറസ്ത്. അംസ് ബില്ലയിൽ അല്ലേ? ഇന്നലെ രാത്രി ഞാൻ എന്ത് ചെയ്തു? പഠിച്ചു. ഇനി ഐ ഫൗണ്ട് ദ ബുക്ക് അല്ലേ? ഫൈൻഡ്. ഐ ഫൈൻഡ് എന്താ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എന്തോ സെർച്ചിന് എന്തോ പഠിച്ചല്ലോ. സെർച്ച് അല്ല, സെർച്ച് ആണ്. പിന്നെ ഫൈൻഡ് അൽഗ എന്ന് പഠിപ്പിച്ച ഓർമ്മ ഉണ്ടോ? അൽഗ. യെസ്, അൽഗ. യെസ്. അപ്പം ആ അൽഗയുടെ പാസ്റ്റ്. ഓ, അലിഫ് മാറ്റി. ഇപ്പൊ നമ്മൾ ഇലല്ലിഗ ഒക്കെ പഠിച്ച ഓർമ്മ. ഗുഡ് ബൈക്ക് നമ്മളൊന്ന് മാസലാമ പഠിച്ചു വന്ന് ഇലല്ലിഗ എന്ന് പഠിച്ചു അല്ലേ? ആ ലിഗാ അല്ലേ? വീണ്ടും കാണാം, വീണ്ടും ഫൈൻഡ് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് എന്ത്? അൽഗ. ഐ ഫൈൻഡ്. അപ്പം അതിന്റെ പാസ്റ്റ് ലക്കീത്ത്. ഓക്കെ, അപ്പം ഐ ഫൈൻഡ് ആദ്യം എഴുതി വെക്കൂ, ആ വെർബ് അറിയില്ലെങ്കിൽ. കുറച്ച് ടഫ് ആണല്ലോ. അൽഗ അൽഗ അൽഗ. അൽഗ, അലിഫ് ലാ ലക്കീത്ത്. കാഫ് കഴിഞ്ഞിട്ട് യാ ഉണ്ട്. അൽഖാ എന്നാണ് എഴുതുക. അലിഫ് ലാം കാഫ് യാ എന്നുണ്ട്. അൽഖാ. അപ്പം അത് പാസ്റ്റൊക്കെ ആവുമ്പം ആ പോകും. ലക്കീത്ത് ആ യാ ഇങ്ങോട്ട് പുറത്തേക്ക് വരും അല്ലെ? ജീത്ത്. ഇപ്പൊ ആജിക്ക് നമ്മൾ ജീത്ത് വന്നില്ല യാ ഉള്ളത് കൊണ്ട്. അതുപോലെ അൽഖന്റെ എൻഡിലും യാ ഉള്ളതുകൊണ്ട് ലക്കീത്ത് എന്ന് വരും. ലഗീത്ത് എന്ന് പറയും. ലഗീത്ത് അല്ലെ? ലഗീത്ത് അൽ മിഫ്താഹ് അല്ലേ? ഐ ഫൗണ്ട് ദ കീ അല്ലേ? ഞാൻ ഫൗണ്ട് എ സൊല്യൂഷൻ എങ്ങനെ പറയും? സൊല്യൂഷൻ എന്താണ്? ഹല്ലാണ് സൊല്യൂഷൻ. ഓക്കെ, ലക്കീത്ത് ഹല്ല് അല്ലേ? ലക്കീത്ത് ഹല്ലിൽ മുഷ്കില. പ്രശ്നത്തിനുള്ളൊക്കെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരവും ഞാൻ എന്തായിട്ടുണ്ട്? ലക്കീത്ത്. അല്ലേ ഹല്ല്? അത് ഹല്ല് മറ്റേ ഹാണ്, കെട്ടുള്ള രണ്ട്. ഇത് ഹേ ആണ്. ഹൽ 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 ഹല്ല് ലഹുലു നല്ലത്. ഹല്ല് സൊല്യൂഷൻ. ഓക്കെ, സോ ഹല്ലാണ്. അപ്പം ലക്കീത്ത് ലക്കീത്ത് ഹല്ല്. അതുപോലെ എന്താണ്? ഞാൻ ബുക്ക് ഫൈൻഡ് ചെയ്തു. ലക്കീത്ത് അൽ കിതാബ്
ഓക്കെ. ഇനി ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി. ഞങ്ങൾ ബിരിയാണി, വി മെയ്ഡ് ബിരിയാണി ടുഗെദർ. എങ്ങനെ പറയും? സവൈത്തന ആ ബിരിയാണി ആ ടുഗെദർ. ആ. ആ അപ്പൊ ഹും സവ്വൈത്തന വേണ്ട. ആ താ അനയുടെ താ അല്ലേ? സവ്വൈന. ഓക്കെ. ഓക്കെ, സവ്വൈന ബിരിയാണി മാബാള് അല്ലെങ്കിൽ സവ. ഓക്കെ, ടുഗെദർ എന്ന് പറഞ്ഞാൽ സവ എന്നും യൂസ് ചെയ്യാം. എന്താണ്, അല്ലെങ്കിൽ മാ ബാള് എന്നും യൂസ് ചെയ്യാം. സോ മാ സവ്വൈന മാ ബാള്, മാ ബാള് ബാള്. നമ്മൾ ഓക്കെ. എക്സാമ്പിൾസിലൊക്കെ പറഞ്ഞതാണല്ലോ മാ ബാള്. ഇപ്പൊ സവ്വൈന ബിരിയാണി മാ ബാള് അല്ലെ, നമ്മൾ ഒരുമിച്ച് എന്താക്കി? ബിരിയാണി ഉണ്ടാക്കി. ഓക്കെ, തമാം. ഇനി നെക്സ്റ്റ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നു. ഐ സാറ്റ്. ഇജ്ലിസ്. അപ്പൊ അജ്ലിസ് ജലസ. ഐ സിറ്റ് ആണ്. അപ്പം ഇരുന്നു കഴിഞ്ഞു, നിങ്ങൾ ഇരുന്നു. ജലസ്തു. ആ, ജലസ്തു. ജലസ്തു അല്ലെങ്കിൽ ജലസ്ത് മാ അസ്തിക്കായി. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇരുന്നു, ഇല്ലേ? അവർ പുതിയ ഡ്രസ്സ് വാങ്ങി. ദേ ബോട്ട് ന്യൂ ക്ലോത്ത്സ്. ഹും ബോട്ട് അപ്പൊ ജദീദ് ഹും ഒക്കെ മലാബിസ്. ആകുമ്പോ ഫസ്റ്റ് നിങ്ങൾ ഹുവയുടെ ബേസ് വേർഡ് എന്താന്ന് ആലോചിക്കുക. എന്താണ്? അഷ്തരി. അഷ്തരി. ഇഷ്തരി. അഷ്തരി. അപ്പൊ അവനാകുമ്പം ഇഷ്തറയാണ്. ഇഷ്തറ ബേസ് വേർഡ്. വാങ്ങി എന്നാണെങ്കിൽ, അവൻ വാങ്ങി എന്നാണെങ്കിൽ ഇഷ്തറ. ഞാൻ വാങ്ങിയാണ് ഇഷ്തറയിത്ത്. ഓക്കെ, സോ അവനാവുമ്പോൾ വെറും ഇഷ്തറയാണ്. അപ്പം അവർ വാങ്ങി എന്താകുമ്പം ഇഷ്തറൂ. തറു. മനസ്സിലായോ? ഇഷ്തറയാണ് അവൻ വാങ്ങി എന്നുള്ള ബേസ് വേർഡ്. അപ്പം അവർ ആകുമ്പം ഇഷ്തറൂ ചേർത്തിയാൽ മതി. ഇഷ്തറൂ മലാബിസ് ജദീദ്. മലാബിസ് ജദീദ്. ഓക്കെ, ഞാനാകുമ്പോൾ ഇഷ്തറയിത്ത്. മനസ്സിലായോ? ഓക്കെ, ഹി റിട്ടേൺഡ് ബാക്ക് ഹോം ലേറ്റ്. അവൻ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്, മടങ്ങിയെത്തിയത്. അപ്പം മടങ്ങിയെത്തുക എന്നുള്ളതാണ്. റിട്ടേൺഡ് പഠിച്ചത് നമ്മൾ പ്രസൻറ്റ് എന്താ പഠിച്ചത്? ഐ റിട്ടേൺ ഹോം ഏർലി. പ്രസൻറ്റ് ആകുമ്പോൾ ഓർമ്മയുണ്ടോ? അന അർജ അല്ലേ? അപ്പോൾ പാസ്റ്റ് ആകുമ്പോൾ എന്താവും? തർജ. പാസ്റ്റ് ബേസ് വേർഡ് എന്താ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. ഒക്കെ റജാ. റജാത്ത്. അപ്പം അവളാകുമ്പോൾ റജാത്ത്, അവനാകുമ്പോൾ റജാ. സോ ഹുവ റജാൽ ബൈത്ത് മുതഅഖിർ. അല്ലേ, അവൻ ലേറ്റ് ആയിട്ട് വീട്ടിൽ എത്തി. റജാ ഹുവ റജാ, ഹിയ റജാത്ത്, ഹും റജാഉ. ഓക്കെ, അന റജാത്ത്, ഇൻത റജാത്ത, ഇൻതി റജാത്തി. ഓക്കെ, ഇനി റിട്ടേൺ പ്രസന്റ് അർജ അല്ലേ? അർജ. ഓക്കെ, നഹ്നു നർജ. ഓക്കെ, നഹ്നു റജഅന പാസ്റ്റ് ആകുമ്പോൾ. ഇനി ഐ സ്പോക്ക് വിത്ത് ദ മാനേജർ. അത്തക്കല്ലം. അത്തക്കല്ലം ഐ സ്പീക്കാണ്. തക്കല്ലം. തക്കല്ലം കിട്ടണില്ലേ? തക്കല്ലം മാ മുദീർ അല്ലേ? ഇനി ഐ ലാഫ്ഡ് എ ലോട്ട്. അല്ലേ, എൻ്റെ അവസ്ഥ തന്നെ ആലോചിച്ച് ഞാൻ തന്നെ എന്തായി? കുറേ ചിരിച്ചു. ചിരിക്കണെന്താ പറയാ? ലോഫിന്റെ എന്തായിരുന്നു? ലഹക്കയാണ്, അവൻ ചിരിച്ചു. ഓക്കെ, അപ്പം ലഹക്ത്. അന ലഹക്ത് കസീർ. ഇവിടെ സ്ക്രീനിൽ ഉണ്ട് കേട്ടോ, ഇതൊക്കെ കണ്ടോ? ലഹക്ത്. ഓക്കെ. ലഹക്ത്. ഓക്കെ, ലഹക്കാണ് ഐ ലോഫ്. അപ്പം ഞാൻ ലോഫ് ചെയ്തു. ലഹക്ത്. മനസ്സിലാവുണ്ടോ? ഞാൻ അടിച്ചു, ഞാൻ മോനെ അടിച്ചു. അടിക്കണേന് എന്താണ്? അറബിക് ബുക്കിലൊക്കെ എന്നും ഉണ്ടാവണതാണ്. ടീച്ചർ അടിച്ചു. അതന്നെ, ലൊറബയാണ് അടിച്ചു. സോ ഞാൻ അടിച്ചു എന്നാണെങ്കിൽ ലൊറബ്ത് അല്ലേ? ലൊറബ്ത്. ഇനി ഞാൻ കരഞ്ഞു. കരയുന്നതിന് എന്താണ്? ബക്കയാണ് കരയ. ബക്ക, അവൻ കരഞ്ഞു. ബക്ക യാ ഉണ്ട് കേട്ടോ. ബക്ക, അവൻ കരഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞു ആകും ബക്കൈത്ത്. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ, നല്ല എക്സാമ്പിൾ ഉണ്ട്. ഐ ക്രൈഡ് വെൻ ഐ ഹേർഡ് ദ ന്യൂസ്. സോ ഐ ക്രൈഡ് അന ബക്കൈത്ത് യോമ സമയത്ത്. ആ കേട്ട ദിവസം അല്ലെങ്കിൽ ആ കേട്ട സമയം, അങ്ങനെ നമ്മൾ പറയാറില്ലേ? ആ കേട്ട സമയത്ത്
ആ ഒരു രീതിയിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. യൗം എന്നുള്ളതിന് യൂസ് ചെയ്യാം. ദിവസം എന്ന് മാത്രമല്ല. ഓക്കെ, യൗം എന്നതിന് നമുക്ക് പണ്ടൊരു കാലം ഒക്കെ ഉള്ളതിനൊക്കെ നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യുക? യൗമാണ് യൂസ് ചെയ്യുക. ഓക്കെ, യൗമാലി, പണ്ടത്തെ ഒരു കാലം എന്നുള്ള യൗം. അപ്പം ഇത് യൗം എന്നുള്ളതിനൊരു യൂസേജും കൂടെ പഠിക്കാം. സോ അനബക്കൈത്ത് യൗം സമഅത്തൽ ഖബർ, അല്ലേ? ആ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ എന്തായി? അനബക്കൈത്ത്. ലമ്മ എന്നും യൂസ് ചെയ്യാം, വൻ എന്നുള്ള രീതിയിൽ. ലമ്മ പഠിച്ചില്ലേ? അനബക്കൈത്ത് ലമ്മ സമഅത്തൽ ഖബർ. ഇത് പണ്ടത്തെ കാലത്തുള്ളതൊക്കെ പറയാല്ലേ. ചെറുപ്പത്തിൽ എന്താണ് ആ കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. അപ്പോൾ ഒക്കെ യൗമാണ് ഒന്നും കൂടി യൂസ് ചെയ്യുക, പഴയ കാലങ്ങളൊക്കെ പറയുമ്പോൾ. ഓക്കെ, നൗ ഐ ലേൺഡ് സംതിങ് ന്യൂ. തഅല്ലംതു. ആ, തഅല്ലം. ആ, something. സംതിങ്. شيء ആ, ഷെയ് ജദീദ്. തഅല്ലം جديد. ഷെയ് ജദീദ്. ഞാൻ കുറച്ച് പഠിച്ചു, അല്ലേ? ഇനി ഐ ഫോർഗോട്ട് ദ ഫോൺ ഇൻ ദ കാർ. ഞാൻ മറന്നു എന്ന് എപ്പോഴും പറയാറുണ്ട്. അതെങ്ങനെ? അനനസീദ്. എന്താണ്? അനനസീത്ത്, ഞാൻ മറന്നു. അനനസീത്ത് അൽ ജവാൽ ഫി സയ്യാറ, ഞാൻ മറന്നു. ഓക്കെ, അപ്പം ഹി ഫോർഗോട്ട് എന്നാണെങ്കിൽ എങ്ങനെ വരും? ആ, ഹുവ نسيت. നസി. ഹുവ നസി ആണ് കേട്ടോ. നസി. നൂന് സീന് യാ ഉണ്ട് കേട്ടോ. നസി. അതിന്റെ പ്രസന്റ് എന്താ? ഫോർഗെറ്റ് എന്താ? അൻസ. യൻസ. യൻസ. ആ, യൻസ അവൻ മറന്നു. ഐ ഫോർഗട്ട് ആണെങ്കിൽ ഫോർഗറ്റ് അൻസ, അല്ലേ? ഓക്കെ. പ്രസന്റ് അൻസ, പാസ്റ്റ് നസീത്ത്. ഓക്കെ, അവനാകുമ്പം നസി. അപ്പം വേർബ്സ് ഒക്കെ ഇനി എന്ത് ചെയ്യുക? കുറച്ച് ടേബിൾസ് ഒക്കെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ആക്ടിവിറ്റി ഉണ്ടാവുമല്ലോ അതിലുള്ള. സോ ആക്ടിവിറ്റി എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ. പിന്നെ ഇതൊന്നും അയച്ചു തരുമോ ടീച്ചർ, ഈ ക്ലാസ് ഇത് നോട്ട്സ്? ഓക്കെ.